ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജെഫ്തായ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ്: എ ഏലോൻ, ബി ഇബ്സാൻ, സി അബ്ദോൻ, ഡി സാംസൺ. ഉത്തരം ബി ഇബ്സാൻ. രണ്ടാമത്തെ ചോദ്യം, എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങിയതിന് ശേഷം എവിടേക്കാണ് ചെന്നത്? ഓപ്ഷൻസ്: എ യൂദ, ബി സഫോൻ, സി യാഹാസ്, ഡി തോബ്. ഉത്തരം ബി സഫോൻ. മൂന്നാമത്തെ ചോദ്യം, ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഏലോൻ ഏത് ദേശക്കാരനായിരുന്നു? ഓപ്ഷൻസ്: എ യൂദ, ബി ബെത്ലഹേം, സി സെബുലൂൺ, ഡി പിറത്തോൻ. ഉത്തരം സി സെബുലൂൺ. നാലാമത്തെ ചോദ്യം, ജെഫ്ത അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ ഡാഷും അമോന്യരുമായി വലിയ കലഹത്തിലായി, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ജനവും, ബി ഗോത്രവും, സി ഭവനവും, ഡി ആളുകളും. ഉത്തരം എ ജനവും. അഞ്ചാമത്തെ ചോദ്യം, അബ്ദോന്റെ പിതാവ് ആര്? ഓപ്ഷൻസ്: എ അനാക്ക്, ബി അനാത്ത്, സി ഹില്ലേൽ, ഡി ഗിലെയാദ്. ഉത്തരം സി ഹില്ലേൽ. ആറാമത്തെ ചോദ്യം, ഇബ്സാന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്: എ 20, ബി 25, സി 30, ഡി 35. ഉത്തരം സി 30. ഏഴാമത്തെ ചോദ്യം, എഫ്രായിംകാർ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ജെഫ്ത തൻ്റെ എന്ത് കയ്യിലെടുത്താണ് അമോന്യർക്ക് എതിരെ ചെന്നത്? ഓപ്ഷൻസ്: എ വാൾ, ബി ആയുസ്, സി ആയുധം, ഡി ജീവൻ. ഉത്തരം ഡി ജീവൻ. എട്ടാമത്തെ ചോദ്യം, ഏലോൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഓപ്ഷൻസ്: എ 7 വർഷം, ബി 8 വർഷം, സി 9 വർഷം, ഡി 10 വർഷം. ഉത്തരം ഡി 10 വർഷം. ഒൻപതാമത്തെ ചോദ്യം, ജെഫ്ത ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് എഫ്രായിമിനോട് യുദ്ധം ചെയ്തത്? ഓപ്ഷൻസ്: എ സോറ നിവാസികളെ, ബി ഗിലെയാദുകാരെ, സി 1000 പടയാളികളെ, ഡി തൻ്റെ സൈന്യത്തെ. ഉത്തരം ബി ഗിലെയാദുകാരെ. പത്താമത്തെ ചോദ്യം, എഫ്രായിമിൻ്റെയും മറ്റേത് ഗോത്രത്തിൻ്റെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണ് ഗിലെയാദുകാർ എന്നാണ് എഫ്രായിം പറഞ്ഞത്? ഓപ്ഷൻസ്: എ ബെഞ്ചമിൻ, ബി യൂദ, സി ജോസഫ്, ഡി മനാസെ. ഉത്തരം ഡി മനാസെ. 11ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്ന ന്യായാധിപന്മാരിൽ ആരുടെ പിതാവിനെക്കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ്: എ ജെഫ്ത, ബി ഇബ്സാൻ, സി അബ്ദോൻ, ഡി ഏലോൻ. ഉത്തരം സി അബ്ദോൻ. 12ാമത്തെ ചോദ്യം, എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്താണ് പിടിച്ചെടുത്തത്? ഓപ്ഷൻസ്: എ ജോർദാന്റെ മറുകര, ബി ജോർദാൻ നദി, സി ജോർദാന്റെ പടവുകൾ, ഡി ജോർദാന്റെ കടവുകൾ. ഉത്തരം ഡി ജോർദാന്റെ കടവുകൾ. 13ാമത്തെ ചോദ്യം, സെബുലൂൺ ദേശത്തെ ഏത് സ്ഥലത്താണ് ന്യായാധിപനായ ഏലോനെ സംസ്കരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ കിത്രോൻ, ബി അയ്യാലോൻ, സി അഷ്കലോൺ, ഡി നെഹലോൻ.
ഉത്തരം ബി അയ്യാലോൻ. 14 ചോദ്യം, ന്യായാധിപനായ അബ്ദോന് എത്ര പൗത്രന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ് എ 10, ബി 20, സി 30, ഡി 40. ഉത്തരം സി 30. 15 ചോദ്യം, താഴെ പറയുന്ന ഏത് ന്യായാധിപനെയാണ് സ്വന്തം പട്ടണമായ ഗിലെയാദിൽ സംസ്കരിച്ചത്? ഓപ്ഷൻസ് എ ജെഫ്ത, ബി അബ്ദോൻ, സി ഇബ്സാൻ, ഡി ഏലോൻ. ഉത്തരം എ ജെഫ്ത. 16 ചോദ്യം, എഫ്രായിമിൽ നിന്ന് ആര് ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ 12:5 പറയുന്നത്? ഓപ്ഷൻസ് എ ഒരു യോദ്ധാവ്, ബി ഒരു അഭയാർത്ഥി, സി ഒരു നാട്ടുകാരൻ, ഡി ഒരു ലേവ്യൻ. ഉത്തരം ബി ഒരു അഭയാർത്ഥി. 17 ചോദ്യം, താൻ എഫ്രായിംകാരൻ അല്ല എന്നൊരു അഭയാർത്ഥി പറഞ്ഞാൽ അവനോട് എന്ത് ഉച്ചരിക്കാനാണ് ഗിലെയാദുകാർ പറയുക? ഓപ്ഷൻസ് എ എബ്ബോലത്ത്, ബി ഷിബ്ബോലത്ത്, സി സിബ്ബോലത്ത്, ഡി ബോലത്ത്. ഉത്തരം ബി ഷിബ്ബോലത്ത്. 18 ചോദ്യം, താഴെ പറയുന്ന ന്യായാധിപന്മാരിൽ ആരാണ് ഇസ്രായേലിൽ 7 വർഷം ന്യായപാലനം നടത്തിയത്? ഓപ്ഷൻസ് എ ജെഫ്ത, ബി അബ്ദോൻ, സി ഏലോൻ, ഡി ഇബ്സാൻ. ഉത്തരം ഡി ഇബ്സാൻ. 19 ചോദ്യം, എത്ര എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ന്യായാധിപന്മാർ 12:6 പറയുന്നത്? ഓപ്ഷൻസ് എ 40,000, ബി 41,000, സി 42,000, ഡി 43,000. ഉത്തരം സി 42,000. 20 ചോദ്യം, താഴെ പറയുന്ന ന്യായാധിപന്മാരിൽ ആർക്കാണ് 40 പുത്രന്മാർ ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് എ ജെഫ്ത, ബി അബ്ദോൻ, സി ഏലോൻ, ഡി ഇബ്സാൻ. ഉത്തരം ബി അബ്ദോൻ. 21 ചോദ്യം, എഫ്രായിം ദേശത്തെ പിറത്തോൻ എന്ന സ്ഥലം ആരുടെ മലനാട്ടിലാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഓപ്ഷൻസ് എ അമോന്യരുടെ, ബി മോവാബ്യരുടെ, സി അമോര്യരുടെ, ഡി അമലേഖ്യരുടെ. ഉത്തരം ഡി അമലേഖ്യരുടെ. 22 ചോദ്യം, ഏത് മൃഗത്തെക്കുറിച്ചാണ് 12 അധ്യായത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് എ കാള, ബി കഴുത, സി കുതിര, ഡി ഒട്ടകം. ഉത്തരം ബി കഴുത. 23 ചോദ്യം, തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി എന്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച പുത്രിമാരാണ് ന്യായാധിപനായ ഇബ്സാന് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് എ ദേശത്തിന്, ബി ഭവനത്തിന്, സി ഗോത്രത്തിന്, ഡി കുലത്തിന്. ഉത്തരം ഡി കുലത്തിന്. 24 ചോദ്യം, താഴെ തന്നിരിക്കുന്ന ന്യായാധിപന്മാരിൽ ആരുടെ ചരിത്രമാണ് താരതമ്യേന നീണ്ടത്? ഓപ്ഷൻസ് എ ജെഫ്ത, ബി ഇബ്സാൻ, സി ഏലോൻ, ഡി അബ്ദോൻ. ഉത്തരം എ ജെഫ്ത. 25 ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഗോത്രങ്ങളിൽ ഏതാണ് 12 അധ്യായത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ലാത്തത്? ഓപ്ഷൻസ് എ എഫ്രായിം, ബി മനാസെ, സി ബെഞ്ചമിൻ, ഡി സെബുലൂൺ. ഉത്തരം സി ബെഞ്ചമിൻ. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഒപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ലൈക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസും കമൻസായിട്ട് രേഖപ്പെടുത്തുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.